ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹു. ഉറക്കം വന്നില്ലല്ലേ? സരസുവിന്റെ ചോദ്യമാണ് ശങ്കരേട്ടനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. ഇല്ല, ഉറക്കം വരുന്നില്ല. നാളെയല്ലേ അവർ വരാമെന്ന് പറഞ്ഞത്. ഇതിപ്പോ 11ാമത്തെ പ്രാവശ്യമാണ് സിന്ധുവിനെ പെണ്ണ് കാണാൻ വരുന്നത്. ആലോചിച്ചിട്ട് ഉറക്കം വരുന്നില്ലടി. ബ്രോക്കർ കൃഷ്ണൻകുട്ടി പറഞ്ഞത് ഇത് നടക്കുമെന്നാണ്. അങ്ങനെയായാൽ അതിനുള്ള പൈസ ഉണ്ടാക്കേണ്ടി വരും. അതിനു മുമ്പ് വന്ന ആലോചനകളെല്ലാം പകുതി മുടങ്ങിയതിന് കാരണം സ്ത്രീധനം തന്നെയായിരുന്നു. സ്ത്രീധനമില്ലാതെ കെട്ടിക്കൊണ്ടുപോകാൻ എന്ത് യോഗ്യതയാടി നമ്മുടെ മകൾക്കുള്ളത്? അധികം വിദ്യാഭ്യാസമില്ല, അധികം സൗന്ദര്യമില്ല. ഇതിനു മുമ്പും വന്ന പയ്യൻ അനിയത്തെയാണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിൽ ചിരി വന്നെങ്കിലും ഉള്ളിൽ നീറിയ സങ്കടത്തിന്റെ കനൽ അവളുടെ കണ്ണിൽ കാണാമായിരുന്നു. ഇത്രയും കേട്ടതും സരസു അറിയാതെ ഒരു ഏങ്ങലടിച്ചു. ശങ്കരേട്ടൻ മെല്ലെ തിരിഞ്ഞു കിടന്ന് സരസുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിഷമിക്കല്ലേടി. എന്റെ തല കൊണ്ടുവന്ന് വെച്ചിട്ടാണെങ്കിലും ഇതിനുള്ള പൈസ ഞാൻ ഉണ്ടാക്കും. ഈ കല്യാണം നടത്തുകയും ചെയ്യും. സരസു ശങ്കരേട്ടന്റെ കൈയെടുത്ത് നെഞ്ചിൽ ചേർത്ത് വിതുമ്പി കരഞ്ഞു. രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശങ്കരേട്ടൻ സിന്ധുവിനെ ഒന്ന് നോക്കി. കണ്ണാടി നോക്കി എണ്ണ തേക്കുമായിരുന്നു സിന്ധു. മോള് കുളിച്ച് റെഡിയായിക്കോ, അവര് 10 മണിക്ക് എത്തുമെന്നാ പറഞ്ഞേ, സമയം കളയണ്ട. തലയിൽ തേച്ച എണ്ണയുടെ ബാക്കി മുഖത്തും കയ്യിലും തേച്ചുകൊണ്ട് സിന്ധു അച്ഛനെ നോക്കി പറഞ്ഞു, ഇപ്പൊ സമയം 8 ഉള്ളൂ അച്ഛാ. ഞാൻ ആ പാത്രങ്ങൾ കൂടി കഴുകി വെച്ചിട്ട് കുളിച്ചോളാം. ശങ്കരേട്ടൻ സിന്ധുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവളുടെ മുഖം കണ്ടാലറിയാം അവൾക്കൊരു പ്രതീക്ഷയും ഇല്ലാന്ന്. തന്നെ വിഷമിക്കേണ്ടെന്ന് കരുതിയാണ് അവൾ മുഖത്ത് സന്തോഷം ഭാവിക്കുന്നത്. എന്റെ കുട്ടിയെ എനിക്കറിയാം. തങ്കമാണ് അവളുടെ മനസ്സ്, തനി തങ്കം. പക്ഷെ കണ്ണുകൾ കൊണ്ട് ഒരിക്കലും ഒരാളുടെ മനസ്സളക്കാനാവില്ലല്ലോ. എന്ത് സഹിച്ചിട്ടാണെങ്കിലും ചെക്കന്റെ വീട്ടുകാർ ചോദിച്ച സ്ത്രീധനം കൊടുത്ത് ഇത് നടത്തുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ശങ്കരേട്ടൻ തന്റെ കട്ടിലിന് താഴെയുള്ള ഇരുമ്പ് പെട്ടി പുറത്തേക്ക് വലിച്ചു എടുത്ത് തുറന്നു. മുറ്റത്തെ തെങ്ങിൻ ചോട്ടിലിരുന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സിന്ധുവും മനസ്സിൽ കുറച്ച് തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു. ഇന്നത്തെ പെണ്ണ് കാണലോട് കൂടി ഈ പരിപാടി അവസാനിപ്പിക്കണം. ഇനിയും വയ്യ അച്ഛന്റെയും അമ്മയുടെയും അനിയത്തിയുടെയും കണ്ണ് നിറയുന്നത് കാണാൻ. തയ്യൽ ക്ലാസ്സിൽ വരുന്ന ലക്ഷ്മിയാണ് പറഞ്ഞത് ടൗണിലുള്ള മാതാ അമൃതാനന്ദമയുടെ ആശ്രമത്തെ പറ്റി. തന്നെ പോലുള്ള ഒരുപാട് പെൺകുട്ടികൾ അവിടെ ഉണ്ടത്രേ. സ്വന്തമായി സ്വപ്നം പോലും കാണാൻ അർഹതയില്ലാത്ത പെൺകുട്ടികൾ. സ്വന്തം ജീവിതം അനാഥർക്കും രോഗികൾക്കും വേണ്ടി മാറ്റിവെച്ചവർ. അവർ അതിൽ ആനന്ദം കണ്ടെത്തുന്നു. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തേക്കാൾ മഹത്തരമാണല്ലോ ഈ കാര്യങ്ങൾ എന്ന് സിന്ധുവിന് തോന്നി. പാത്രം കഴുകി പകുതി ആയപ്പോഴാണ് ഗേറ്റ് കടന്ന 2 ആൾക്കാർ അകത്തേക്ക് വന്നത്. ബ്രോക്കർ കൃഷ്ണൻകുട്ടിയും കൂടെ ഒരാളും. പെട്ടെന്ന് സിന്ധുവിന് അവിടുന്ന് മാറാൻ കഴിഞ്ഞില്ല. അവൾ മെല്ലെ എഴുന്നേറ്റു. അവർ 2 ആളും തന്നെ വ്യക്തമായി കണ്ടു എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തന്നെ ഒന്ന് നോക്കി. എണ്ണയിൽ കുതിർന്നു നിൽക്കുന്നു. ഇടുപ്പിൽ കുത്തിയിരിക്കുന്ന നൈറ്റി, ഒരു കൈയിൽ പാത്രം കഴുകുന്ന ചകിരി, മറ്റേ കൈയിൽ ചോറ് വെക്കുന്ന അലൂമിനിയം ചട്ടി. അതിലെ കരി മുഴുവൻ തന്റെ ഡ്രസ്സിലും കയ്യിലും പരന്നിട്ടുണ്ട്. അവൾ അറിയാതെ തന്നെ ഒന്ന് നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. കൃഷ്ണൻകുട്ടിയുടെ കൂടെ ഉള്ള താടി വെച്ച ആളിന്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായപ്പോൾ തന്നെ സിന്ധുവിന് മനസ്സിലായി തന്റെ മുഖത്തും കരിയായിട്ടുണ്ടെന്ന്. ചട്ടി പതുക്കെ താഴെ വെച്ച്, 10 മണിക്ക് ഇവരൊക്കെ വരൂ എന്ന് പറഞ്ഞിട്ട് ഇത്ര നേരത്തെ കെട്ടിയെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് മനസ്സിൽ പ്രാഗിക്കൊണ്ട് അവൾ കുളിമുറിയിലേക്ക് നടന്നു. അവൾ കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും അമ്മ അടുക്കളയിൽ ചായയും ബേക്കറി സാധനങ്ങളും തയ്യാറാക്കി വെച്ചിരുന്നു. അനിയത്തി ചായയുടെ ട്രേ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. ഹാളിൽ ഇരിക്കുന്ന ചെക്കന്റെ മുന്നിൽ ചെന്ന് ചായ നീട്ടിക്കൊണ്ട് ആ മുഖത്തേക്കൊന്ന് നോക്കി. പറയത്തക്ക ഒരു പ്രത്യേകതയും ഇല്ലാത്ത മുഖം. പക്ഷെ ആ താടി അയാളുടെ മുഖത്തിന് നന്നായി ചേരുന്നുണ്ടായിരുന്നു. ചായ കൊടുത്തു അയാളെ നോക്കി ചിരിച്ച് അവൾ മെല്ലെ തിരിഞ്ഞു നടന്നു. അടുക്കളയിൽ നിന്നും അവിടേക്ക് നോക്കുന്ന അമ്മയുടെ പുറകിൽ സ്ഥാനം പിടിച്ചു. എത്ര അണിഞ്ഞൊരുങ്ങി നിന്നിട്ടും ഇതിനു മുമ്പ് വന്ന് ആർക്കും തന്നെ പിടിച്ചിട്ടില്ല. ഇതിപ്പോ ശരിക്കുള്ള രൂപം നേരിൽ കണ്ട സ്ഥിതിക്ക് ബാക്കി എന്താവെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ എന്ന് മനസ്സിൽ വിചാരിച്ചെങ്കിലും അറിയാതെ അവൾ അവിടെ നടക്കുന്ന സംഭവത്തിലേക്ക് കാതു കൂർപ്പിച്ചു. മോന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് അച്ഛൻ ചോദിക്കുന്നത് അവൾ കേട്ടു. ചായ ഒരു കവിൾ കുടിച്ചിറക്കിയ ശേഷം അയാൾ പറഞ്ഞു തുടങ്ങി, എന്റെ പേര് ഹരി. വീട്ടിൽ ഇപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചിട്ട് കുറച്ചായി. 2 പെങ്ങന്മാരുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞു. മോന്റെ ജോലി എന്താണ്? അടുക്കളയിൽ നിന്നും അമ്മ മെല്ലെ ചോദിച്ചു. ഹരിയും അമ്മയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാവിലെ വീടുകളിൽ പത്രം ഇടുന്നത് തൊട്ട് എന്റെ ജോലി തുടങ്ങും. അത് കഴിഞ്ഞ് പ്ലംബിംഗ് ഉണ്ട്. പിന്നെ അത്യാവശ്യം വയറിങ്ങും പ്ലംബിങ്ങും അറിയാം. പിന്നെ വൈകുന്നേരം 6 മണി വരെ ചെയ്യുന്നതൊക്കെ ജോലി തന്നെയാണ്. വീണ്ടും അയാൾ ചായ എടുത്ത് കുടിക്കുന്നത് നോക്കി സിന്ധു നിന്നു. അയാളുടെ സംസാരം ശരിക്കും അവൾക്ക് ഇഷ്ടമായെങ്കിലും ഒരു ഭാവഭേദവും അവൾ പുറത്ത് കാണിച്ചില്ല. ഇപ്പൊ നോക്കുമ്പോൾ അയാളുടെ മുഖത്ത് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉള്ളതായി അവൾക്ക് തോന്നുകയും ചെയ്തു.
ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ആവാം എന്ന് കൃഷ്ണൻകുട്ടി പറഞ്ഞപ്പോൾ അവളൊന്ന് ഞെട്ടി. ആ കുട്ടിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആവാം, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന ഹരിയുടെ മറുപടി കേട്ടപ്പോൾ തന്നെ ഇതിന്റെ ബാക്കി തീരുമാനം എന്താവുമെന്ന് അവൾ ഊഹിച്ചു. നിറഞ്ഞു വന്ന കണ്ണ് അമ്മ കാണാതിരിക്കാനായി അടുക്കളയിൽ എന്തോ തിരയുന്ന പോലെ ഷെൽഫിൽ നോക്കിക്കൊണ്ട് നിന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, വിവരങ്ങൾ വിളിച്ചു പറയാം എന്ന് പറഞ്ഞ് രണ്ടാളും എഴുന്നേറ്റ്. പുറത്ത് ഓട്ടോറിക്ഷയുടെ ശബ്ദം അകന്നു പോകുന്നത് കേട്ടപ്പോൾ അവൾ തന്റെ മുറിയിലെത്തി ഡ്രസ്സ് മാറി പഴയ നൈറ്റി എടുത്തണിഞ്ഞു. പാതിയാക്കി വെച്ച പാത്രം കഴുകാൻ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തതുപോലെ പൂർത്തിയാക്കാൻ തുടങ്ങി. മനസ്സിപ്പോൾ സന്യാസിമാരുടെ ആശ്രമം മാത്രമായിരുന്നു. വൈകുന്നേരം പുറത്തുപോയ ശങ്കരേട്ടൻ തിരിച്ചു വന്നത് വലിയ സന്തോഷത്തിലായിരുന്നു. പടി കടന്നതും കരയുന്ന ശബ്ദത്തിൽ ശങ്കരേട്ടൻ വിളിച്ചു പറഞ്ഞു, എടി സരസ്വേ, ചെക്കന് പെണ്ണിനെ ഇഷ്ടായിന്ന്, കല്യാണം എപ്പോ വേണമെങ്കിലും നടത്താമെന്ന്. അച്ഛന്റെയും അമ്മയുടെയും അനിയത്തിയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകുമ്പോഴും സിന്ധു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കേട്ടത് വിശ്വസിക്കാൻ അപ്പോഴും അവളുടെ മനസ്സിന് തയ്യാറായിരുന്നില്ല. രാത്രി കിടക്കാൻ നേരത്താണ് സരസു ശങ്കരേട്ടനോട് ചോദിച്ചത്, എന്താണ് നിങ്ങളുടെ മനസ്സിൽ? ഒരു മാസത്തിനുള്ളിൽ ഇത്രയും പൈസ എവിടുന്നുണ്ടാക്കാനാണ്? കുറച്ചു സമയം കൂടി അവരോട് ചോദിക്കായിരുന്നു. ഞാൻ ആലോചിച്ചതാടി ഈ കാര്യം. പിന്നെ തോന്നി എത്രയും പെട്ടെന്ന് നടത്താമെന്ന്. അന്ന് വന്നപ്പോൾ വേറൊരു പെൺകുട്ടിയെ കൂടി കാണാൻ അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നേ. ആ കുട്ടിക്ക് ആ സമയത്ത് ക്ലാസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അന്ന് അവർ നേരത്തെ വന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചെക്കൻ പറഞ്ഞു അത്രേ, ഇനി വേറെ ആരെയും കാണേണ്ട, ഇത് മതിയെന്ന്. എന്റെ മോളുടെ ഭാഗ്യം, അല്ലാതെന്താ. ഇനിയിപ്പോ കുറെ സമയം എടുത്താൽ ചെക്കന്റെ മനസ്സെങ്ങാനും മാറിയാലോ. അത് ആലോചിച്ചപ്പോൾ ഒരു മാസത്തിനുള്ളിൽ നടത്താനാണ് ഞാൻ കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞു പോയി. അവൻ അത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഒരു 20-25 കൊടുക്കേണ്ടി വരുമെന്ന് അവൻ പറയണേ. നമ്മുടെ കുട്ടിക്കുള്ള പോരായ്മകൾ നമ്മളും ആലോചിക്കണ്ടേ. കൊടുക്കാന്ന് ഞാനും പറഞ്ഞു. 20 എന്ന് കേട്ടതും സരസു ഒന്ന് ഞെട്ടി. ഇത്ര പൈസ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ മനുഷ്യൻ നിങ്ങൾ വാക്കു കൊടുത്തത് എന്ന് ചോദിക്കാതിരിക്കാൻ സരസുവിന് കഴിഞ്ഞില്ല. അതിനൊക്കെ വഴിയുണ്ടെന്ന് പറഞ്ഞ് ശങ്കരേട്ടൻ രാവിലെ ഇരുമ്പുപെട്ടിയിൽ നിന്നെടുത്ത വീടിന്റെ ആധാരം എടുത്ത് സരസുവിനെ കാണിച്ചു. അവരുടെ മുഖത്ത് ഭയം വന്നു നിറഞ്ഞു. നിങ്ങൾ ഇത് എന്ത് ഭാവിച്ച മനുഷ്യ? ഇതിന് താഴെ ഒന്നുകൂടിയുണ്ട്. പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും? ശങ്കരേട്ടൻ സരസുവിനെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, ഇത് വിൽക്കാനൊന്നും അല്ല. വിറ്റാൽ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരില്ലേ? ഇത് സഹകരണ ബാങ്കിൽ പണയം വെക്കാം. കല്യാണം നടത്താനുള്ള ചിലവിനെല്ലാം കൂടി അത് മതിയാകും. മാസം പലിശ മാത്രം അടച്ചാലും 6-7 വർഷം അത് നീട്ടിക്കൊണ്ടു പോകാം. പിന്നെ രണ്ടാമത്തവൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസവും ചന്തവും ഒക്കെ ഉണ്ടല്ലോ. ഈ വർഷം കഴിഞ്ഞാൽ അവൾ നേഴ്സല്ലേ, എവിടെയെങ്കിലും ജോലി കിട്ടിക്കോളും. അവളെ കെട്ടിക്കാനുള്ളത് ഈ ശങ്കരൻ പണിയെടുത്തുണ്ടാക്കുമടി. ഇപ്പോഴും എന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ല. എന്റെ മസില് കണ്ടില്ലേ നീ എന്ന് പറഞ്ഞ് കൈ മടക്കി പിടിച്ച് സരസുവിന് നേരെ ചിരിച്ചുകൊണ്ട് മുഖത്ത് ചിരി വന്നെങ്കിലും കണ്ണ് നിറഞ്ഞിരുന്നു. അവളെയും കൂടി കെട്ടിച്ചു വിട്ടാൽ നമുക്ക് എന്തിനാടി പിന്നെ ഈ വീടും പറമ്പും? ചാവുമ്പോൾ നമ്മളെ രണ്ടാളെയും കുഴിച്ചിടാൻ ഇത്രയും സ്ഥലത്തിന്റെ ആവശ്യമുണ്ടോ? പിന്നെ വയസ്സാവുമ്പോൾ നമ്മളെ നോക്കാൻ പെൺപിള്ളേർക്ക് സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ അവർ നോക്കട്ടെ. ഇല്ലെങ്കിൽ ഇപ്പോ നാട്ടിൽ ഇഷ്ടം പോലെ വൃദ്ധസദനങ്ങളുണ്ട്. നമുക്ക് രണ്ടാൾക്കും അവിടെ പോകാം. ഇത്രയും നാൾ സുഖവും സമാധാനവുമായി കഴിഞ്ഞില്ലേ? അതുപോരെ, നീ കിടക്കാൻ നോക്ക്. ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട. മോളുടെ കല്യാണം മാത്രം ആലോചിച്ചാൽ മതി. നാളെ നേരത്തെ തന്നെ ബാങ്കിൽ പോകണം എന്ന് പറഞ്ഞ് ശങ്കരേട്ടൻ കട്ടിലിലേക്ക് ചരിഞ്ഞു. രാവിലെ ടൗണിലുള്ള കൂട്ടുകാരനെ കണ്ട് മടങ്ങുന്ന വഴിക്കാണ് ഹരി രാഘവൻ മാഷിനോട് ബാങ്കിന്റെ മുൻപിൽ സംസാരിച്ചു നിൽക്കുന്ന ശങ്കരേട്ടനെ കണ്ടത്. മാഷിന്റെ കയ്യിൽ ഒരു കവർ കൊടുത്ത് കണ്ണു തുടച്ച് ഒരു ഓട്ടോയിൽ കയറി പോകുന്ന ശങ്കരേട്ടനെ കണ്ടപ്പോൾ ഹരിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. ഓട്ടോ പോയപ്പോൾ ഹരി ബൈക്ക് രാഘവൻ മാഷിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ടൗണിൽ തന്നെയാണ് രാഘവൻ മാഷിന്റെ വീട്. ഹരിക്ക് നല്ല പരിചയമുള്ള ആളാണ്. മാഷിനെ പുറകിലിരുത്തി ഹരി മാഷിന്റെ വീട്ടിലേക്ക് ബൈക്ക് തിരിച്ചു. വീട്ടിൽ ചെന്നെത്തിയ ശങ്കരൻ ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് വിളിച്ചു, സരസു, ഒരു ഗ്ലാസ് വെള്ളം. വെള്ളവുമായി വന്ന സരസു, പോയ കാര്യം എന്തായി? ഒന്നും ആയില്ല. ഇന്ന് ബാങ്ക് മാനേജർ ലീവാണ്. നാളെയേ വരൂ. പേടിക്കാനൊന്നുമില്ല. എല്ലാം ശരിയാക്കി തരാമെന്ന് രാഘവൻ പറഞ്ഞിട്ടുണ്ട്. നാളെയും ആധാരം കൊണ്ട് പോകുന്നത് പിള്ളേരെങ്ങാനും കണ്ടാലോ എന്ന് കരുതി അത് രാഘവനെ തന്നെ ഏൽപ്പിച്ചു. അവന്റെ വീട് അടുത്തല്ലേ, നാളെ അതുമായി അവൻ വന്നോളും. നീ ചോറ് വിളമ്പ്. ശങ്കരേട്ടൻ കൈ കഴുകി വരുമ്പോഴേക്കും ശങ്കരേട്ടന്റെ അനിയന്റെ വീട്ടിൽ പോയിരുന്ന മക്കൾ രണ്ടുപേരും തിരിച്ചെത്തിയിരുന്നു. ഭക്ഷണമെല്ലാം എടുത്തു വെച്ച് എല്ലാവരും ഇരിക്കാൻ തുടങ്ങുന്ന സമയത്താണ് മുറ്റത്ത് ഹരിയുടെ ബൈക്ക് വന്നു നിന്നത്. ഒരറിയിപ്പുമില്ലാതെ ഹരി കയറി വന്നത് എല്ലാവരെയും ഒന്ന് അമ്പരപ്പിച്ചു. ഹരിയുടെ മുഖം കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് എല്ലാവർക്കും തോന്നുകയും ചെയ്തു. എല്ലാവരും ഹാളിലേക്ക് വന്നപ്പോൾ സിന്ധു മാത്രം വാതിലിനു പിന്നിൽ പകുതി പുറത്തും പകുതി അകത്തുമായി നിന്നു.
ശങ്കരേട്ടനെ നോക്കി ഹരി ചോദിച്ചു. അച്ഛൻ ഇന്ന് ബാങ്കിൽ ആധാരം പണയം വെക്കാൻ പോയിരുന്നോ? അത് കേട്ടതും ബിന്ദുവും സിന്ധുവും ഒന്ന് ഞെട്ടി ശങ്കരേട്ടനെ നോക്കി. ശങ്കരന്റെയും സരസുവിന്റെ തല താഴേക്കു കുനിഞ്ഞു. എല്ലാവരുടെയും മുഖത്തെ ഹരി നോക്കി തുടർന്നു. വീടും പറമ്പും പണയം വെച്ച് കല്യാണം നടത്താൻ മാത്രം ദരിദ്രത്തിലാണ് ഈ വീടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത്രയും ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായിരുന്നോ? ഇതും കൂടി കേട്ടതും ശങ്കരേട്ടൻ മിഴികൾ ഭയം കൊണ്ട് പിടഞ്ഞു. അല്പം നേരത്തെ മൗനത്തിനു ശേഷം ഹരി വീണ്ടും പറഞ്ഞു തുടങ്ങി. എനിക്ക് 20 പവൻ വേണമെന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? ബ്രോക്കർ കൃഷ്ണൻകുട്ടി അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ സ്ത്രീധനത്തിനനുസരിച്ചായിരിക്കും അയാളുടെ ബ്രോക്കർ ഫീസ്. 15ാമത്തെ വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ആളാണ് ഞാൻ. 10ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തി ജോലിക്ക് ഇറങ്ങിയത് എന്റെ അമ്മയുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണ്. 2 പെൺമക്കളുടെ കല്യാണം നടത്തിയതും അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനും എന്റെ അമ്മയും പണിയെടുത്തിട്ട് തന്നെയാ. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്താനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് മനസ്സിലാകും. പൈസ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സംഗതി തന്നെയാണ്. എനിക്കും ആവശ്യങ്ങൾ ഒരുപാടുണ്ട് എന്ന് കരുതി അച്ഛൻ ഒരായുസ് മുഴുവൻ കഷ്ടപ്പെടുത്തി ഉണ്ടാക്കിയ വീടും പറമ്പും ഇല്ലാതാക്കിയിട്ട് എനിക്ക് ആ പൈസ വേണ്ട. അല്ലെങ്കിൽ തന്നെ എന്തിന്റെ പേരിലാണ് എനിക്ക് ഇത്രയും സ്ത്രീധനം തരുന്നത്? അതിനുള്ള യോഗ്യത എനിക്ക് എന്താണുള്ളത്? സിന്ധുവിന് കണ്ണിനോ മൂക്കിനോ കൈക്കോ കാലിനോ കുറവുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് വേണ്ടത് ഒരു പെണ്ണിനെ മാത്രമാണ്. എന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചു പോവാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയെ. പെൺകുട്ടികൾക്ക് അവളുടെ ഭർത്താവാകാൻ പോകുന്നവനെ കുറിച്ച് കുറെ സങ്കല്പങ്ങൾ ഉണ്ടാവാം. ആ സങ്കല്പങ്ങൾ അവരിൽ ഉണ്ടാവുന്നത് അവർ ജീവിച്ചു വളർന്ന ചുറ്റുപാടുകളിൽ നിന്നാണ്. അതിന് ഒരിക്കലും അവരെ കുറ്റം പറയാൻ കഴിയില്ല. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് ആലോചനകൾ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുമുണ്ട്. അതൊരിക്കലും ആ പെൺകുട്ടികളുടെ കുറ്റം കൊണ്ടല്ല. അവരുടെ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ഭർത്താവാകാൻ എനിക്കൊരിക്കലും കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്റെ വരുമാനത്തിലും സാഹചര്യത്തിലും അതിലുപരി എന്നെയും എന്റെ അമ്മയെയും മനസ്സിലാക്കി സ്നേഹിക്കാൻ സിന്ധുവിന് കഴിയും എന്ന് എനിക്കന്ന് ആ എണ്ണയിൽ മുങ്ങി കയ്യിൽ പാത്രവും പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോഴേ തോന്നിയതാ. ഏതൊരു പുരുഷനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു സ്ത്രീയുടെ സ്നേഹിക്കാനും പരിചരിക്കാനും കഴിയുന്ന മനസ്സ് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ മനസ്സ് തന്നെയാണ് എനിക്ക് ധനം. ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് സിന്ധുവിനെ മാത്രം ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല, നിങ്ങളെ എല്ലാവരെയും ഇഷ്ടമായത് കൊണ്ടുകൂടിയാണ്. എനിക്കുമുണ്ടൊരു മനസ്സ്, മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്ന മനസ്സ്. എന്റെ അമ്മയുടെയും പെങ്ങന്മാരുടെയും കൂടെ തന്നെയാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്കും കഴിയും. ഇനി മുതൽ എന്നെ മരുമകനായിട്ടല്ല, മകനായിട്ട് തന്നെ കണ്ടോളൂ. പറഞ്ഞു നിർത്തി ഹരി കയ്യിലുള്ള ബാഗിൽ നിന്നും വീടിന്റെ ആധാരം എടുത്ത് ശങ്കരേട്ടന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇവിടിപ്പോ സ്വർണത്തിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം കല്യാണപന്തലിൽ സിന്ധുവിന്റെ ശരീരത്തിൽ കാണാവൂ എന്ന് പറഞ്ഞ് ഹരി തിരിഞ്ഞു നടക്കുമ്പോൾ ആ വീട് മുഴുവൻ ഏങ്ങലടികൾ നിറഞ്ഞിരുന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഹരി വീടിന്റെ ഗേറ്റിലെത്തിയതും ഹരിയേട്ടാ എന്ന സിന്ധുവിന്റെ ശബ്ദം ആദ്യമായി ഹരിയുടെ ചെവിയിൽ വീണു. തിരിഞ്ഞു നോക്കിയപ്പോൾ കരച്ചിലോടെ തന്നെ നേർക്ക് ഓടി വരുന്ന സിന്ധുവിനെ അവൻ കണ്ടു. ഹരിയുടെ തൊട്ടു മുന്നിൽ നിന്ന് അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവന്റെ മുന്നിൽ കൈകൾ കൂപ്പി നിന്നു. ഹരി ബൈക്കിൽ നിന്നിറങ്ങി സിന്ധുവിന്റെ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. നിന്നെ അന്നും ആദ്യം കണ്ടപ്പോൾ തന്നെ അപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടു പോയാലോ എന്ന് എന്റെ മനസ്സിൽ തോന്നിയതാണ്. ഇനി നിന്റെ കണ്ണ് നിറയ്ക്കണമെങ്കിൽ അത് എന്റെ മരണത്തിനേ കഴിയൂ. പെട്ടെന്ന് സിന്ധു തന്റെ കൈ കൊണ്ട് അവന്റെ വായ പൊത്തി. സിന്ധുവിന്റെ മുഖം നാണം കൊണ്ട് വിടർന്നു. കൂടെ ആദ്യമായി ഒരു പുരുഷനോട് പ്രണയം തോന്നുന്ന അവളുടെ മനസ്സും.